ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗെറ്റ് ഇൻസിറ്റ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിയൽ ഫോളോവേഴ്സും റിയൽ ലൈക്സും കൂട്ടാനായിട്ട് പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താഴെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 കോയിൻസ് വെച്ചിട്ട് കിട്ടും. നിങ്ങൾ ഒരാളെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 കോയിൻസ് വെച്ച് കിട്ടും. അങ്ങനെയാണ് ഇതിൽ കോയിൻസ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഗെറ്റ് ഫോളോവേഴ്സ് ഉണ്ട്, ഗെറ്റ് ലൈക്സും ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോളോവേഴ്സിനെ ബൈ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു കോയിൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫോളോവേഴ്സിന് ലൈക്സും ബൈ ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഇപ്പോൾ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്തിട്ട് ഗെറ്റ് ഫോളോവേഴ്സ് നൗ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഫോളോവേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും. ഗെറ്റ് ലൈക്ക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്തതിനു ശേഷം ഗെറ്റ് ലൈക്സ് നൗ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലൈക്സ് കിട്ടും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഫോളോവും ലൈക്കും ചെയ്യാണ്ട് കോയിൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോയിൻസ് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിലെങ്ങനെ ഫോളോവേഴ്സിനെ ബൈ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഫോളോവേഴ്സിന് വേണ്ടത് ആ ഒരു ഓപ്ഷൻ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് ഫോളോവേഴ്സ് നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും, ഒരുപാട് ഫോളോവേഴ്സ് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും, നേരെ അത്രയും ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കും. സോ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ അവിടെ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ അങ്ങനത്തെ അക്കൗണ്ടിലൊന്നും ഇങ്ങനത്തെ ഫോളോവേഴ്സിനെ കയറ്റാണ്ടിരിക്കുക. അത് നിങ്ങളുടെ റീച്ചിനെ നന്നായിട്ട് ബാധിക്കും. സോ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഒരു ടെക്സ്റ്റ് ആനിമേഷനാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഏത് കാറ്റഗറിയുള്ള വീഡിയോസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻസ്പയർ ആയിട്ടൊരു ടെക്സ്റ്റ് ആനിമേഷനാണിത്. സോ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഒരു സെൻറ്റർ കറക്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഫോണ്ട് ആഡ് ചെയ്യുക, നല്ലൊരു ഫോണ്ട് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു ഫോണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ എല്ലാവരും ഇവിടെ ഡയലോഗ്സാണ് ആഡ് ചെയ്യാറ്. ഞാനിവിടെ അലൈറ്റ് മോഷൻ വെറുതെ ആഡ് ചെയ്യാണ്, പെട്ടെന്ന് തീരാനായിട്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ പോയതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് സ്പേസിംഗ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ലെറ്റർ സ്പേസ് എത്ര സ്പേസ് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 15% ആണ് കൊടുക്കുന്നത്, എനിക്ക് അത്ര മതിയാവും. ഇനി നമ്മൾ ബാക്ക് വരാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയറിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ കളർ ചേഞ്ച് ചെയ്യുന്നത്. സോ അതുപോലെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്യുക. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ വൈറ്റ് ആക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ടാണ് ഓരോ ആനിമേഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഒരു ലെറ്റർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു എയിലാണ് ആനിമേഷൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്നിട്ട് നമ്മളത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് പൊസിഷനിൽ തന്നെ ആ ഒരു പോയിൻ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു സെൻറ്റർ പോയിൻ്റ്, ആ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് കൊണ്ടുവരാം. ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് ആ ഒരു ലെറ്ററിൻ്റെ അടിയിലായിട്ടായിട്ട് കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു റൊട്ടേഷൻ എടുത്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിലും അവസാനമായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ കീ -90 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞത് ഈ ഒരു ഗ്രാഫാണ്. ഈ ഒരു ഗ്രാഫാണ് നമ്മളിവിടെ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം ജസ്റ്റ് നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട, ജസ്റ്റ് ആ ഒരു ഗ്രാഫ് ഒന്ന് കോപ്പി ചെയ്യുക. നമ്മൾ എല്ലാത്തിലും ഇത് തന്നെയാണ് പേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ സ്കെയിൽ എടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ എൻഡിങ്ങിലായിട്ട് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ കീ നല്ല ചെറുതാക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഒരു ഗ്രാഫ് കൂടെ കൊടുത്ത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എ എന്ന് പറയുന്ന ആ ഒരു ലെയറിൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അതിനുശേഷം ആ ഒരു ലെറ്ററിൻ്റെ എ എന്ന് പറയുന്ന ആ ലെറ്റർ ചേഞ്ച് ചെയ്തിട്ട് അവിടെ എൽ കൊടുക്കും. അതിനുശേഷം അത് ജസ്റ്റ് അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത്, അതായത് നമ്മൾ നേരത്തെ ചേഞ്ച് ചെയ്ത ഒരു കളർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് എല്ലാതും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യല്ല, ജസ്റ്റ് പ്ലേസ് ചെയ്യുക. ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് അതിൻ്റെ ലെറ്റർ ചേഞ്ച് ചെയ്യുക, അതായത് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാം. ഇതേപോലെ നമ്മൾ അലൈറ്റ് മോഷൻ എന്നാണ് ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് തന്നെ ആ ഒരു ലെറ്റർ എടുക്കും, 1 by 1 ആയിട്ട് എടുക്കും, ജസ്റ്റ് അതിൻ്റെ സ്ഥലത്ത് കൊണ്ടിട്ട് പ്ലേസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എല്ലാതും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ഡയലോഗൊക്കെയാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ജസ്റ്റ് ഡയലോഗ്സൊക്കെ കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് തീർക്കാനായിട്ട് പറ്റും.
സോ ഏകദേശം ഞാൻ എല്ലാ ലെയേഴ്സും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ആനിമേഷൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാവും നമ്മുടെ ആനിമേഷൻ ഉണ്ടാവുക. ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്ത ആ ഒരു ലെയർ ഇനി ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി നമുക്കത് ആവശ്യമില്ല. ഇനി നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെയാവും ഉണ്ടാവുക. ഇനി നമ്മൾ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണം. കാരണം കുറച്ചുകൂടി ഭംഗി വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓരോ ലെയേഴ്സും ജസ്റ്റ് ചെറിയൊരു ഡിസ്റ്റൻസിൽ നിങ്ങൾ പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ചെറിയൊരു ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റെപ്പ് പോണ പോലെ ഒരു രീതിയിലാവണം നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്. അതാവുമ്പോൾ കാണാൻ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു ആനിമേഷൻ വരുന്നത് കാണാനായിട്ട് കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ ഭയങ്കര വൃത്തിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു ആനിമേഷൻ, അതായത് ആ ഒരു ലെയർ എല്ലാം കൂടിയിട്ട് നമ്മൾ ഇതേപോലെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് കറക്റ്റ് അത് എല്ലാ ലെയേഴ്സും കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. Cruising in my lane fast, call it high speed. I've been working hard, yeah, I've been working nightly. If you think you'll win, ha, nah, likely. I be taking shots, yeah, cold-blooded, icy. Watching numbers grow is what I call sightseeing. In the front row, run it up when they hype me. The following grows, they know how to ignite me. Call me CEO, I've been running right, see. And I ain't playing games, I create my own lane, making pleasure out of pain,